നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായി നടൻ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. വിജയ് എന്ന നടൻ അതിലപ്പുറം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പതിയെ പതിയെ കരുതലോടെ ചുവടുറപ്പിച്ച ആ മഹാനടന്റെ ജീവിതവും രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളും പരിശോധിക്കാം എൻ്റെ നിരീക്ഷണത്തിലൂടെ. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ മുൻപന്തിയിലാണ് വിജയ്. ജനനം 1974 ജൂൺ 22. ചെന്നൈയിലായിരുന്നു വിജയുടെ ജനനം. അച്ഛൻ നിർമ്മാതാവും സംവിധായകനുമായ എസ്.എ. ചന്ദ്രശേഖരൻ, അമ്മ ശോഭ പിന്നണി ഗായികയും കർണാടക സംഗീതജ്ഞയുമാണ്. ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നാണ് വിജയുടെ പൂർണ്ണനാമം. വിജയ്ക്ക് ഒരു അനുജത്തി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ 2ാം വയസ്സിൽ വിദ്യ എന്ന ആ അനുജത്തി മരിച്ചുപോയി. കുട്ടിക്കാലം മുതൽക്കേ അന്നും ഇന്നും തൻ്റെ അനുജത്തിയുടെ ആ വേർപാട് വിജയെ ഏറെ ദുഃഖിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മിക്കവാറും സിനിമകളിൽ ഒരു അനുജത്തിയുടെ കഥാപാത്രം ഉണ്ടാകും. ജ്യേഷ്ഠൻ ഏറ്റവും കൂടുതൽ വാത്സല്യം കൊടുക്കുന്ന, കരുതൽ കൊടുക്കുന്ന, തിരിച്ച് ജ്യേഷ്ഠനെ ജീവനോളം സ്നേഹിക്കുന്ന ഒരു അനുജത്തിയുടെ ക്യാരക്ടർ. അത് 2ാം വയസ്സിൽ പൊലിഞ്ഞുപോയ അനുജത്തി വിദ്യയുടെ ഓർമ്മയ്ക്കായാണ്. സ്കൂൾ തലം പൂർത്തിയാക്കി ചെന്നൈയിലെ ലയോള കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് ചേർന്ന് സിനിമാ ജീവിതത്തിലെ തിരക്കുകൾ കാരണം പക്ഷേ ബിരുദം പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. തമിഴിലെ ഏറ്റവും മുൻനിര സംവിധായകരിൽ ഒരാൾ ആയിരുന്നു വിജയുടെ പിതാവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ വിജയുടെ സിനിമയിലേക്കുള്ള പ്രവേശനവും വളരെ എളുപ്പമായിരുന്നു. മാത്രവുമല്ല, സമ്പന്ന കുടുംബം ആയിരുന്നു വിജയുടേത്. വിജയുടെ പിതാവ് ചന്ദ്രശേഖർ ഒരു നിർമ്മാതാവ് കൂടി ആയിരുന്നു. ആദ്യ നാളുകളിൽ റൊമാൻറ്റിക് വേഷങ്ങളിൽ തിളങ്ങി നിന്ന വിജയ് 2000 ഒരു ആക്ഷൻ ഹീറോയായി മാറി. അപ്പോഴേക്കും സിനിമയിലും പ്രേക്ഷകർക്കിടയിലും തൻ്റെതായ ഒരു നിർണായക ഇടം കണ്ടെത്താൻ വിജയ്ക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ വിജയ് ഒരു സമ്പൂർണ്ണ നടനായി മാറുകയും രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ് സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 2ാമത്തെ നായിക നടനായി മാറുകയും ചെയ്തു. തെന്നിന്ത്യയിലും എന്തിന് ലോകത്തുടനീളമുള്ള തമിഴ് സിനിമ ആരാധകരുടെ ഇടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട നടനായി മാറാൻ വിജയ്ക്ക് കഴിഞ്ഞു. അക്കാലത്താണ് പൂവേ ഉനക്കാഹെ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി 1996 വിജയ് ലണ്ടനിൽ എത്തുന്നത്. അവിടെ വെച്ച് ഒരു ആരാധിക വിജയിയെ പരിചയപ്പെടുന്നു. പേര് സംഗീത സ്വർണലിംഗം. ശ്രീലങ്കയിൽ ബിസിനസ് സാമ്രാജ്യമുള്ള ശതകോടീശ്വരനായ തമിഴ്നാട്ടുകാരൻ സ്വർണലിംഗത്തിന്റെ മകൾ. ആ പരിചയപ്പെടൽ പിന്നീട് അങ്ങോട്ട് പ്രണയമായി മാറുകയും 3 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 1999 അവർ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. ഇരുവരും 2 മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. വിജയ് റോമൻ കാത്തലിക് ആയിരുന്നു. സംഗീത ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു. വിജയ്ക്കും സംഗീതയ്ക്കും 2 മക്കളാണുള്ളത്.
മൂത്തയാൾ മകനാണ് ജസൻ സഞ്ജയ്. മകളുടെ പേര് ദിവ്യ ശാശ. ഇരുവരും ലണ്ടനിലാണ് സ്ഥിരതാമസം. ഒരു നടൻ എന്നതിലുപരി ഒരു നല്ല ഗായകൻ കൂടിയാണ് വിജയ്. ഒരുപടി ഹിറ്റ് ഗാനങ്ങൾ തമിഴകത്തിന് സമ്മാനിച്ച നടൻ കൂടിയാണ് വിജയ്. കത്തി എന്ന വിജയ് സിനിമയിലെ സെൽഫി പുള്ളേ എന്ന ഗാനം കേൾക്കാത്തവർ കുറവായിരിക്കും. ആ ഹിറ്റ് ഗാനവും ആലപിച്ചത് വിജയ് തന്നെ. വിജയുടെ ചിത്രങ്ങൾ വേൾഡ് വൈഡ് റിലീസായാണ് പ്രദർശിപ്പിക്കാറുള്ളത്. 80ഓളം വിദേശ രാജ്യങ്ങളിൽ വിജയ് ചിത്രങ്ങൾ ഒരേ സമയം റിലീസ് ചെയ്യാറുണ്ട്. വിജയുടെ മേഴ്സൽ എന്ന സിനിമയിൽ കേന്ദ്ര ഭരണകൂടത്തെ വിമർശിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ വിമർശിക്കുന്ന ഡയലോഗുകളും സീനുകളും ഉണ്ടായിരുന്നത് വിജയെ BJP ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളികളിൽ ഒരാളാക്കി മാറ്റി. തുടർന്ന് കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലുകൾക്ക് വിജയ് ഇരയാക്കപ്പെട്ടു. തന്റെ സിനിമാ ജീവിതത്തിനിടയിൽ എപ്പോഴോ രാഷ്ട്രീയം വിജയുടെ മനസ്സിൽ കയറിക്കൂടി. സ്വാർത്ഥതയില്ലാതെ ജനങ്ങളെ സേവിക്കുക, അവർക്ക് നല്ലത് ചെയ്യുക, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്ന ആശയം വിജയുടെ മനസ്സിൽ ഒരു സ്വപ്നമായി അവശേഷിച്ചു. തുടർന്ന് മെല്ലെ മെല്ലെ തന്റെ രാഷ്ട്രീയം അദ്ദേഹം തന്റെ സിനിമകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ തുടങ്ങി. ജനങ്ങളുടെ പൾസ് എന്താണെന്ന് അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു. തന്റെ സിനിമകളിലൂടെ ഒളിച്ചു കടത്തിയ രാഷ്ട്രീയം ജനങ്ങളിൽ എത്രമേൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് അയാൾ ക്ഷമയോടെ വിലയിരുത്തിക്കൊണ്ടേയിരുന്നു. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുകളും പിഴയ്ക്കാൻ പാടില്ല എന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. രജനീകാന്തും കമലഹാസനും പയറ്റി പരാജയപ്പെട്ടയിടത്ത് തനിക്കും ചുവട് പിഴയ്ക്കാൻ പാടില്ല എന്ന് വിജയ്ക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ തന്റെ അവസരത്തിനായുള്ള ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പ്. ഒടുവിൽ എല്ലാം അനുകൂലമായി വന്നപ്പോൾ പാർട്ടി രൂപീകരിച്ചു. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. പല കോണുകളിൽ നിന്നും ശക്തമായ പരിഹാസങ്ങളും എതിർപ്പുകളും വന്നു. ജാതി അധിക്ഷേപങ്ങളും തമിഴകത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കടുത്ത വെല്ലുവിളികളും നേരിട്ടു. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറി വിജയ്. താൻ മുന്നോട്ട് വച്ച കാൽ പിന്നോട്ടെടുക്കുകയില്ല എന്ന വാശിയിൽ അദ്ദേഹം ഓരോ ചുവടുകളും ശ്രദ്ധയോടെ മുന്നോട്ട് വച്ചു. 2025 സെപ്റ്റംബറിൽ തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെற்றிക്കഴകത്തിന്റെ റാലിക്കിടെ ഉണ്ടായ തിക്കും തിരക്കും വലിയ ദുരന്തത്തിന് കാരണമായിരുന്നു. ഈ ദാരുണ അപകടം വിജയുടെ രാഷ്ട്രീയ ജീവിതം എന്ന സ്വപ്നത്തെ ഇല്ലാതാക്കി എന്ന് ഞാൻ ഉൾപ്പെടെ ഭൂരിഭാഗം ആൾക്കാരും കരുതി. എന്നാൽ ദൃഢനിശ്ചയവും ഉറച്ച കാൽവെപ്പുകളും ഭാഗ്യവും അദ്ദേഹത്തെ തുണച്ചു. ദീർഘവീക്ഷണത്തോടുകൂടി വിജയ് എന്ന മഹാനടനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ TVKയും തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് ചരിത്രമായി മാറി. ഫാൻസുകളുടെ ആൾക്കൂട്ടം വോട്ടായി മാറുന്ന കാലം കഴിഞ്ഞു എന്ന് പരിഹസിച്ചു പറഞ്ഞവർ, പുച്ഛിച്ചു കളിയാക്കിയവർ, TVKയെ എഴുതിത്തള്ളിയവർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിജയ് എന്ന പോരാളിയുടെ പാർട്ടി 108 സീറ്റുകൾ നേടി തമിഴകത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. എന്നിട്ടും പ്രതിസന്ധികൾ ഒഴിഞ്ഞില്ല. TVKയെ അങ്കലാപ്പിലാക്കിക്കൊണ്ട് മറ്റു 2 വലിയ കക്ഷികളും ഗവർണറും. ഉദ്യോഗജനകമായ കാത്തിരിപ്പിനൊടുവിൽ കോൺഗ്രസിന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും പിന്തുണ നേടി വിജയ് എന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖർ 2026 മെയ് 10 തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. താമസമില്ലാതെ വിജയുടെ പാർട്ടിയായ TVK കേരളത്തിലുൾപ്പെടെ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കും എന്നതിൽ സംശയമില്ല. കോൺഗ്രസും ഇടതുപക്ഷവും ദുർബലമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ BJPക്ക് ഒഴുകുവാൻ തയ്യാറായി നിൽക്കുന്ന വോട്ടുകളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ TVK പോലുള്ള പാർട്ടികളുടെ വരവ് കേരളത്തിന് ഗുണം ചെയ്യും. മറ്റൊരു നിരീക്ഷണവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.